തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര വീഴ്ച കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. ഇവിടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയായിട്ട് കാണുന്നുണ്ട്. ഫയർ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രന്റുകൾ, ഹോസുകൾ എല്ലാം ഉണ്ട്. പക്ഷെ ഇതിലൊന്നും വർക്കിംഗ് അല്ല. ആദ്യം തന്നെ നോക്കിയപ്പോൾ വെള്ളം തന്നെ വരുന്നില്ല. അപ്പൊ നമുക്കൊരു ഈ എറണാകുളം ടൗൺ പോലത്തെ സ്ഥലത്ത് ഒരു ഇതേപോലത്തെ റെയിൽവേയിൽ ഫയർ ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും ശൂന്യം എന്ന അവസ്ഥയിൽ പറയേണ്ട അവസ്ഥയാണ്. റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. റാഫി, ഭാഗ്യം കൊണ്ട് മാത്രം ഇതുവരെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണോ സാഹചര്യം? ദിൽന, തീർച്ചയായും ഭാഗ്യം കൊണ്ട് മാത്രം ഇതുവരെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു അപകടമുണ്ടായാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എറണാകുളം നഗരമധ്യത്തിലുള്ള എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാർക്കിംഗ് ഏരിയയിൽ നിലവിൽ 500-ലധികം ബൈക്കുകളും 50-ലധികം കാറുകളും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധിയായ ആളുകളുണ്ട്. തൊട്ടപ്പുറേ റെയിൽ പാളമാണ്, അവിടെ ട്രെയിനുകളുണ്ട്, റെയിൽവേ സ്റ്റേഷനാണ്. ഇനി ഇവിടുത്തെ ഫയർ ഫൈറ്റിംഗ് സംവിധാനത്തിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒന്നുപോലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം, തുരുമ്പെടുത്ത് നശിച്ച നിലയിൽ. വെള്ളം ഉപയോഗിച്ച് ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി പ്രവർത്തിപ്പിക്കേണ്ട ആ ഉപകരണമാണ് ഈ നിലയിൽ നശിച്ചു കിടക്കുന്നത്. അത് എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഈ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യേണ്ട മോട്ടറുകളുടെ ഒരു അവസ്ഥയാണ്, അതിനുപയോഗിക്കുന്ന പൈപ്പുകളുടെ ഒരു അവസ്ഥയാണുള്ളത്. ഈ ദൃശ്യങ്ങളുണ്ട്. ഇത് പ്രവർത്തിപ്പിക്കാനായി ഫയർ ഫൈറ്റിംഗ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. അവർ പരിശോധനയ്ക്കിടയിൽ എടുത്ത ദൃശ്യങ്ങളാണത്. അതിൽ ഈ യന്ത്രം ഇതൊന്നും പ്രവർത്തിപ്പിക്കാനേ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവർ വളരെ പണിപ്പെട്ടാണ് ഇതിൻ്റെ ലിവർ തിരിക്കുന്നത്. എന്നാൽ പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ തൊട്ടിപ്പുറം മാറിയുള്ള മറ്റൊരു ലിവറുണ്ട്. ഇതും വെള്ളം എത്തിക്കേണ്ടതാണ് ഇങ്ങോട്ട്. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇതിൻ്റെ ലിവറെല്ലാം തുരുമ്പെടുത്ത് ഒടിഞ്ഞു വീഴുന്നൊരവസ്ഥയിലാണുള്ളത്. ഇതുപോലും പ്രവർത്തിപ്പിക്കാൻ ആ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. ആ നിലയിലുള്ള വലിയ പരാജയമാണ് ഈ ഫയർ ഫൈറ്റിംഗ് ഈ ഉപകരണങ്ങളുടെ കാര്യത്തിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിലുള്ളത്. ഒപ്പം തന്നെ ജീവനക്കാരിലേക്കാണ്. ഇവിടെ ഒരു അത്യാഹിതം ഉണ്ടായാൽ ആദ്യം ഇടപെടേണ്ടത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലുള്ള ജീവനക്കാരാണ്. ആ ജീവനക്കാർക്ക് ഇത് പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനം നൽകിയിട്ടില്ല. ഇത് പ്രവർത്തിപ്പിക്കാൻ ആ ജീവനക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മൾ അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ നിലയിൽ ഒരു സംവിധാനവും ഒരുക്കാതെയാണ് ഇത്തരത്തിൽ ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഈ പാർക്കിംഗ് ഏരിയ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയ്ക്ക് ശേഷം ഇതിൻ്റെ ഒരു നിർദ്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് റെയിൽവേക്ക് അഗ്നിരക്ഷാസേന നൽകും എന്നുള്ളതാണ് അല്പസമയം മുൻപ് നമ്മൾ ഈ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സെക്കൻഡ് കമ്പാർട്ട്മെന്റിലുള്ള പാർക്കിംഗ് ഏരിയയിലാണ്. ഇവിടെ ഒരു VIP പാർക്കിംഗ് ഏരിയ ഉണ്ട്. അത് മെയിൻ എൻട്രൻസിന് വശത്താണ്. അവിടുത്തെ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായതുപോലുള്ളൊരു അത്യാഹിതം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായാൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും. കാരണം നഗരമാണ്, നഗരത്തിന് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ PSCയുടെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് താഴെയാണ് ഈ പാർക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത്. ആ നിലയിലുള്ള ഒരു സ്ഥലത്താണ് ഒരു സുരക്ഷാ ഉപകരണവും ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം ഇരട്ടിയാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും മറ്റിടങ്ങളിലും ഇന്ന് പരിശോധന നടത്തുന്നുണ്ട്. അവിടെയുള്ള സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കുക. ശരി റാഫി, ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.